നമസ്കാരം. അക്ഷരാർത്ഥത്തിൽ ദിലീപിനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള കോടതിയുടെ വിധി ആർ ശ്രീലേഖ എന്ന മുൻ DGPക്ക് കൂടിയുള്ള ഒരു അംഗീകാരമാണ്. മുൻ DGPയും ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയുമായിരുന്ന ആർ ശ്രീലേഖ മാത്രമായിരുന്നു പറഞ്ഞത് ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ തെറ്റുകാരനല്ല എന്ന്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ഒരു പങ്കുമില്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആർ ശ്രീലേഖ പലതവണ പല വേദികളിൽ പറഞ്ഞു. ശ്രീലേഖ ജയിൽ മേധാവിയായിരുന്നപ്പോൾ അനധികൃതമായി ദിലീപിനും കൂട്ടാളികൾക്കും സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ള ആക്ഷേപങ്ങളും കേട്ടതാണ്. എന്നാൽ ഒരു തടവ് പുള്ളിക്ക് ലഭിക്കേണ്ട ഏറ്റവും മിനിമമായ സൗകര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്തു നൽകിയതെന്ന് ആർ ശ്രീലേഖ പിന്നീട് ആണയിട്ട് പറഞ്ഞു. ദിലീപ് കുറ്റക്കാരനല്ലെന്നും സത്യം ദിലീപിന്റെ ഒപ്പമാണെന്നും നിയമത്തിന്റെ മുന്നിൽ ദിലീപ് ഒരിക്കൽ കുറ്റവിമുക്തനായി വരുമെന്നും ആർ ശ്രീലേഖ പലതവണ പലയിടത്തും പറഞ്ഞു. അതിന്റെ പേരിൽ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ ആർ ശ്രീലേഖയെ ക്രൂശിക്കാനാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ശ്രമിച്ചത്. ഏറ്റവും ഒടുവിലായി ശാസ്തമംഗലം വാർഡിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ പോലും പലപ്പോഴും പല സോഷ്യൽ മീഡിയ സൈറ്റുകളും പല ദൃശ്യമാധ്യമങ്ങളും ശ്രീലേഖയുടെ പഴയ ചില പ്രതികരണങ്ങളെ എടുക്കുകയും അവ വീണ്ടും ആവർത്തിച്ച് കാണിച്ച് ദിലീപിനെ വെള്ളപൂശാൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥ, അതിജീവിതയെ തള്ളിപ്പറഞ്ഞൊരു ഉദ്യോഗസ്ഥ, ഒരു സ്ത്രീക്ക് ഒരു വലിയ ഒരു ആപത്തുണ്ടായപ്പോൾ സ്ത്രീക്കൊപ്പം നിൽക്കാത്ത ഒരു ഉദ്യോഗസ്ഥ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ആ ആക്ഷേപങ്ങളൊക്കെ കേട്ടപ്പോഴും ആർ ശ്രീലേഖ എന്ന നട്ടലുള്ള ഒരു IPS ഉദ്യോഗസ്ഥ പറഞ്ഞത്, ഞാൻ പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കുന്നു. ദിലീപ് ഒരിക്കൽ നിയമത്തിന് മുന്നിൽ കുറ്റവിമുക്തനായി പുറത്തു വരും. ദിലീപിന് നടിയെ ആക്രമിച്ച കേസിൽ ഒരു പങ്കുമില്ല. ദിലീപിനെതിരെ ഒരു മെറ്റീരിയൽ എവിഡൻസും ഇല്ല. ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിക്കുകയാണ് ആ സ്ത്രീ രത്നം ചെയ്തത്. ഇപ്പോൾ ഇതാ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. ദിലീപിന് ഒരു പങ്കുമില്ല ഈ നടിയെ ആക്രമിച്ച കേസിൽ എന്ന ഉത്തരവ് കോടതി നൽകിയിരിക്കുന്നു. ദിലീപിനെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷനോ പോലീസിനോ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറയുന്നു. അപ്പോൾ ആർ ശ്രീലേഖ എന്ന ആ IPS ഉദ്യോഗസ്ഥ പറഞ്ഞത് എത്രമാത്രം സത്യമായിരുന്നു നമ്മൾ ചിന്തിക്കണം. ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടല്ല, സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒരു IPS ഉദ്യോഗസ്ഥയെ അവർ റിട്ടയർ ആയതിനു ശേഷം പോലും അവരെ എത്രമാത്രം പൊതുമധ്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ക്രൂശിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്തായാലും ആർ ശ്രീലേഖയുടെ വിജയമാണിത്. ഒരു IPS ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക്, ഒരു DGP എന്ന നിലയ്ക്ക്, ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് തന്റെ ജോലി സത്യസന്ധമായി ചെയ്യുകയും തന്റെ അറിവിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ യാതൊരു ഭയവുമില്ലാതെ പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്ത അത് ചെയ്യാൻ കാണിച്ച ചങ്കൂറ്റത്തിന് തലസ്ഥാനവാസികൾ വലിയ അംഗീകാരം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശാസ്തമംഗലം വാർഡിൽ ആർ ശ്രീലേഖ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ആർ ശ്രീലേഖയുടെ വിജയം കൂടി ഉണ്ടായിരിക്കുന്നു. കേരളത്തിലെ മലയാളികൾ, കേരളത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം ആർ ശ്രീലേഖയ്ക്ക് പിന്നിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സംശുദ്ധമായ പൊതുജീവിതത്തിന്റെ ഒരു ഉടമയാണ് എന്ന് ഉറപ്പിച്ചു പറയാം ആർ ശ്രീലേഖയെ കുറിച്ച്.